പോളിംഗ് കഴിഞ്ഞ ദിവസങ്ങൾക്ക് ശേഷം പോളിംഗ് ശതമാനത്തിലുണ്ടായ വർധനവ് വിശദീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി. പോളിംഗ് കഴിഞ്ഞ ദിവസങ്ങൾക്ക് ശേഷം പോളിംഗ് ശതമാനത്തിലുണ്ടായ വർധനവ് വിശദീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് സുപ്രീം കോടതി. വോട്ടെടുപ്പ് കഴിഞ്ഞ ദിവസങ്ങൾക്ക് ശേഷം അന്തിമ വോട്ടിംഗ് ശതമാനത്തിൽ വരുന്ന വലിയ വർധനവ് ചൂണ്ടിക്കാട്ടി അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന NGO നൽകിയ ഹർജിയുടെ പശ്ചാത്തലത്തിലാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. മെയ് 24-നകം ADRന്റെ ഹർജിയിൽ പ്രതികരണം സമർപ്പിക്കാനാണ് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, ജസ്റ്റിസുമാരായ JB പർദിവാല, മനോജ് മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഉത്തരവിട്ടിരിക്കുന്നത്. പോളിംഗ് അവസാനിച്ച് 48 മണിക്കൂറിനുള്ളിൽ തന്നെ വോട്ടിംഗ് വിവരങ്ങൾ പ്രസിദ്ധീകരിക്കണമെന്നായിരുന്നു ADRന്റെ ആവശ്യം. വെബ്സൈറ്റിൽ വോട്ടിംഗ് ഡാറ്റ നൽകുന്നതിൽ എന്താണ് ബുദ്ധിമുട്ട് എന്ന് ഹർജി പരിഗണിക്കവേ സുപ്രീം കോടതി ബെഞ്ചിനോട് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ധാരാളം ഡാറ്റ ശേഖരിക്കേണ്ടതിനാൽ സമയമെടുത്തു എന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി ഹാജരായ അഭിഭാഷകർ പറഞ്ഞത്. എന്നാൽ അതേസമയം രാജ്യത്തെ തെരഞ്ഞെടുപ്പ് ബാലറ്റ് പേപ്പറുകളിലേക്ക് തിരികെ വരാനുള്ള ADRന്റെ അപേക്ഷയും EVMകളെ കുറിച്ചുള്ള സംശയവും സുപ്രീം കോടതി ഏപ്രിൽ 26-ാം തീയതി തള്ളിയിരുന്നു. ഞങ്ങളുടെ അഭിപ്രായത്തിൽ EVMകൾ ലളിതവും സുരക്ഷിതവും ഉപഭോക്തൃ സൗഹൃദവുമാണ്. വോട്ടർമാർ, സ്ഥാനാർത്ഥികൾ, അവരുടെ പ്രതിനിധികൾ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ എന്നിവർക്ക് EVM സംവിധാനത്തിന്റെ പ്രധാനപ്പെട്ടതും അടിസ്ഥാനപരവുമായ കാര്യങ്ങൾ അറിയാം. VVPAT സംവിധാനം കൊണ്ടുവന്നത് വിശ്വാസ്യത ശക്തിപ്പെടുത്താനും അതുവഴി തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ മൊത്തത്തിലുള്ള ഉത്തരവാദിത്തം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നായിരുന്നു ജസ്റ്റിസുമാരായ ഖന്നയും ദത്തയും അന്ന് വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ അതേസമയം NGOയുടെ അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷണും ജസ്റ്റിസുമാരുടെ ബെഞ്ച് ഉന്നയിച്ച എല്ലാ സംശയങ്ങൾക്കും തെരഞ്ഞെടുപ്പ് പാനലിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ തന്നെ ഇതിനോടകം ഉത്തരം നൽകിയിട്ടുണ്ട് എന്ന് കമ്മീഷന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ മനീന്ദർ സിംഗ് വ്യക്തമാക്കി. സഞ്ജീവ് ഖന്നയും ദീപാങ്കർ ദത്തയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരുമായി നടത്തിയ ആശയവിനിമയങ്ങൾക്ക് ശേഷമായിരുന്നു ഏപ്രിൽ 26-ന് ബാക്ക് ടു ബാലറ്റ് ഹർജി തള്ളുകയും EVMകൾക്കെതിരായ സംശയങ്ങളിൽ ന്യായമില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തത്. ഒരു ഹർജിയിലൂടെ എന്തും കോടതിക്ക് മുൻപിൽ കൊണ്ടുവരാമെന്നാണ് ഭൂഷൺ കരുതുന്നത്. ഈ ഹർജി കോടതി പരിഗണിക്കരുത്. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് ഇവ. 4 ഘട്ട തെരഞ്ഞെടുപ്പ് ഇതിനോടകം മികച്ച രീതിയിൽ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നും മനീന്ദർ സിംഗ് ചൂണ്ടിക്കാണിച്ചു. അതേസമയം പ്രശാന്ത് ഭൂഷണ് മുൻഗണന നൽകിയെന്ന ആരോപണം ബെഞ്ച് നിഷേധിക്കുകയും രൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. അത് തെറ്റായ ആരോപണമാണ്. ഒരു പ്രശ്നത്തിന് കോടതിയുടെ ശ്രദ്ധയും ഇടപെടലും ആവശ്യമാണ് എന്ന് കണ്ടെത്തിയാൽ ആരാണ് അത് കോടതിയിൽ കൊണ്ടുവന്നത് എന്ന് പരിഗണിക്കാതെ തന്നെ ഞങ്ങൾ അത് ചെയ്യും. ആവശ്യമെങ്കിൽ ഞങ്ങൾ ഒരു കാര്യം കേൾക്കാൻ രാത്രി മുഴുവൻ ഇരിക്കും, സുപ്രീം കോടതി വ്യക്തമാക്കി. വാസ്തവത്തിൽ ഷെഡ്യൂൾ ചെയ്ത പ്രവൃത്തി സമയം കഴിഞ്ഞ് മണിക്കൂറുകൾക്ക് ശേഷം, അതായത് വൈകുന്നേരം 6:10-നായിരുന്നു ബെഞ്ച് ഹർജി പരിഗണിച്ചത്.